ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പമാണ്. നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന അപ്പമാണ് കേട്ടോ. അത് ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. അധികം ചേരുവകളൊന്നും നമ്മളിതിൽ ചേർത്ത് കൊടുക്കണില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഒരു അപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ 1.5 കപ്പ് ഇഡലി റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു അരി എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഒരു 3-4 പ്രാവശ്യം നന്നായി കഴുകിയെടുത്തതിന് ശേഷം പിന്നെ ഇതിലോട്ട് നമുക്ക് കുറച്ച് നല്ല വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊരു 3 മണിക്കൂറെങ്കിലും കുതിർക്കാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ നന്നായിട്ട് കുതിർന്നിട്ട് വന്നാൽ മാത്രമാണ് കേട്ടോ നമുക്ക് ഈ ഒരു അരി നന്നായിട്ട് തന്നെ അരച്ചിട്ട് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത് അവിടെ നിന്നിട്ടൊന്ന് കുതിർന്നിട്ട് വരട്ടെ. ഇപ്പോൾ ഇതേ അരി നല്ലോണം തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലത്തെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം പകുതിയോളം അരി ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതേ അരി ഞാൻ പകുതിയോളം മിക്സി ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 കപ്പ് ചോറ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചോറ് എടുക്കുന്ന സമയത്ത് വൈറ്റ് റൈസ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എന്നാലാണ് നമ്മുടെ ഒരു അപ്പത്തിന് നല്ല വെള്ള കളർ കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പഞ്ചസാര ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു അരി നല്ലോണം ഒന്ന് അരച്ചിട്ടെടുക്കാം. ഒട്ടും തരിയൊന്നും ഇല്ലാതെ വേണം ഈ ഒരു അരി അരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ അതേ അരി നല്ലോണം തന്നെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതേ മിക്സി ജാറിലേക്ക് നമുക്ക് ബാക്കിയുള്ള അരി കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ രണ്ടാമത് അരച്ചെടുക്കുന്ന ഈ ഒരു അരി ഉണ്ടല്ലോ, ഇതിലേക്ക് നമ്മൾ വേറെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വെറും 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് അരച്ചെടുത്താൽ മതി. ഇതിപ്പോൾ അതേ നല്ലോണം തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മാവിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കുന്ന പാത്രം കുറച്ച് വലുതായിരിക്കണം കേട്ടോ. എന്നാലാണ് ഈ ഒരു മാവ് പൊങ്ങിയിട്ടൊക്കെ പുറത്ത് പോകാണ്ടിരിക്കുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു അരി അരച്ചിട്ട് എടുക്കാനായിട്ട് മൊത്തത്തിൽ 1.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഈ ഒരു മാവ് ഒന്ന് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ ഒരു സമയത്ത് ഇതിൽ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കില്ല. മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷമാണ് ഉപ്പിട്ട് കൊടുക്കാവൂ. ഇവിടെ ഇപ്പോൾ നല്ല ചൂടാണ്. അത് കാരണം എനിക്ക് ഇത് 3.5 മണിക്കൂർ ആകുമ്പോഴേക്കും ഈ ഒരു മാവ് നല്ലോണം തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ സ്ഥലത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ ഈ ഒരു മാവ് പൊങ്ങി വരുന്നതിൻ്റെ ടൈമൊക്കെ. ഇപ്പോൾ അതേ 3.5 മണിക്കൂറിന് ശേഷം ഈ ഒരു മാവ് നല്ലോണം തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഒരുപാട് ഇങ്ങനെ കുത്തി ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ രാവിലത്തേക്കാണ് ഈ ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ തലേദിവസം തന്നെ അരച്ച് വെച്ചിട്ട് ഈ ഒരു മാവൊക്കെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നതിന് ശേഷം അങ്ങനെ തന്നെ എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. എന്നിട്ട് രാവിലെ എടുത്തതിന് ശേഷം അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഈ ഒരു അപ്പം ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ അപ്പം ഉണ്ടാക്കിയിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു മാവ് ഒന്നും കൂടെ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു അപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചിട്ട് പതുക്കെ ഒന്ന് ഇതുപോലെ ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. നമ്മൾ ദോശയ്ക്കൊക്കെ അങ്ങനെ പരത്തിയെടുക്കണ പോലെ പരത്തിയെടുക്കരുത്. കുറച്ച് കനത്തിൽ വേണം നമുക്ക് ഒരു അപ്പം കിട്ടാനായിട്ട്. ഇപ്പോൾ അതേ ഇതിൽ നിറയെ ഇങ്ങനെ കുമിളകൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ ഹോൾസുകൾ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം. പിന്നെ ഈ ഒരു അപ്പം ചുട്ടെടുക്കുന്ന സമയത്ത് ഒരു തുള്ളി ഓയിൽ പോലും നമുക്ക് ആവശ്യമില്ല. പിന്നെ അത് മറിച്ചും തിരിച്ചും ഇട്ടിട്ട് വേവിച്ചിട്ടെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഇവിടെ ഞാനിപ്പോൾ എല്ലാ അപ്പം ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. ഈ ഒരു അപ്പം നമുക്ക് ഇഷ്ടമുള്ള കറികളുടെ കൂടെ കഴിക്കാം കേട്ടോ. ഒരു കറിയില്ലെങ്കിലും തേങ്ങാപ്പാലിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നവർക്ക് പോലും ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാനായിട്ട് പറ്റും.
അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക്